ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നമ്മുടെ ഐഫോൺ 15 ഡീൽ വന്നിട്ടുണ്ട്. 50,449 രൂപ നമുക്ക് ഡീൽ ഇപ്പോൾ കാണാം. ഞാൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഐഫോൺ 15 തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 6 മാസത്തിൻ്റെ താഴെ, ഒരു 4-5 മാസം ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ 256 GB ആണ് ബേസിക് വേരിയൻറ്റ്. 128 GB ഒറിജിനൽ പ്രൈസ് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ വന്നിരിക്കുന്നത് 54,999 ആണ്. പിന്നെ നിങ്ങൾക്ക് കാർഡ് ഓഫറും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ലാസ്റ്റ് നമുക്ക് 52 ആ റേഞ്ചിലൊക്കെ കിട്ടുക. അപ്പോൾ ഈ പ്രൈസിന് നിങ്ങൾ ആക്ച്വലി ഐഫോൺ 15 എടുക്കണമെന്ന് ചോദിക്കാൻ്റെ ഒരു ഉത്തരമാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇത്ര കാലം യൂസേജ് എൻ്റെ ഒരു യൂസേജ് റിവ്യൂയും കൂടി നമുക്കിതിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ ഐഫോൺ 15 എടുക്കണോ, 54 രൂപയ്ക്ക് 55,000 രൂപയ്ക്ക് അത് വേർത്താണോ ആക്ച്വലി, അതോ നിങ്ങൾ ഐഫോൺ 16ലേക്ക് പോകണോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ചെറിയ ചെറിയ ഡിഫറൻസുകൾ മാത്രമേ നമുക്ക് ഐഫോൺ 15 16 തമ്മിലുള്ളൂ. പക്ഷേ പ്രൈസിലാണെങ്കിൽ ചെറിയ ഡിഫറൻസ് അല്ല, നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 25,000 രൂപയുടെ ഡിഫറൻസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഓഫർ പ്രൈസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ 15 16 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ആദ്യം പറയാം. അപ്പോൾ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ആയില്ല, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേ പേര് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എനിക്ക്. എന്താ വെച്ചാൽ ഈ 55,000 രൂപയ്ക്ക് സാധനം വേർത്താണോ, 128 GB എടുക്കണോ, 256 GB എടുക്കണോ എന്ന് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഐഫോൺ 15 പ്ലസ് എടുക്കണോ. അപ്പോൾ ഇത് ഞാനത് എന്തായാലും ഇതിന് കവറിൽ എടുക്കുക. ഇതെൻ്റെ സ്ലിം കേസിൻ്റെ കവറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു കവറാണ്. പറയുമ്പോൾ സിംഗപ്പൂർ ബ്രാൻഡാണ് ഈ സ്ലിം കേസ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പ്രൊമോഷൻ ഒന്നല്ല, ഇത് ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് അവർ നിർത്തിപ്പോയി. ഇപ്പോൾ സിംഗപ്പൂർ ബ്രാൻഡ് ഇപ്പോൾ സ്ലിം കേസ് ഇന്ത്യയിൽ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നിർത്തി കഴിഞ്ഞു, അവർ നിർത്തിയിട്ടാണ്. എന്നുവെച്ചാൽ ഈ കേസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര തിന്നുമാണ്, മാക്സി സപ്പോർട്ടും ഉണ്ട്. കണ്ടു, മാക്സി സപ്പോർട്ടും ഉണ്ട്, പക്ഷേ ഡ്രോപ്പ് പ്രൊഡക്ഷനും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഗുണമായിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സാധനം നിർത്തി പോയി പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ എൻ്റെ ബ്ലാക്ക് കളറാണ്. അപ്പോൾ നിങ്ങൾ ഐഫോൺ 15 സീരീസ് എടുക്കണമെങ്കിൽ ബ്ലാക്ക് കളർ എടുത്താൽ മതി. ബാക്കി എല്ലാ കളേഴ്സും ഭയങ്കര മോശം കളർ എന്ന് തന്നെ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഷോപ്പിൽ പോയിട്ടൊന്ന് എടുത്ത് നോക്കി നോക്കാം, എന്നിട്ട് മാത്രം ഓർഡർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ ലുക്കും കയ്യിൽ കിട്ടുമ്പോൾ ലുക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് കളർ മാത്രം എടുത്താൽ മതി. പിന്നെ ഗേൾസ് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ബാക്കിയുള്ള കളേഴ്സ് വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇവർ ബ്ലൂ കളറും സംഭവമൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും സംഭവം കയ്യിൽ കിട്ടുമ്പോൾ അത് ബ്ലൂ ആയിട്ടും തോന്നില്ല. അതാണ് അവരുടെ ഐഫോൺ 15 സീരീസിലെ കളറിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ കുറേ പേർക്ക് പിന്നെ സംശയമുള്ളത് 256 GB എടുക്കണോ 128 GB എടുക്കണോ എന്നാണ്. 128 GB ആക്ച്വലി ഇപ്പോൾ ഭയങ്കര കുറവാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ക്യാമറ യൂസും സംഭവം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 128 GB ഭയങ്കര കുറവാണ്. അപ്പോൾ ഇപ്പോഴും മിനിമം സ്റ്റാർട്ടിങ് 256 GB എടുക്കുമ്പോൾ ഐഫോൺ 15 16 പ്രോവിനൊക്കെ അവർ ഇറക്കിക്കുന്നത് 1,20,000 രൂപയ്ക്ക് കൊടുക്കുന്നത് 128 GB. ആപ്പിൾ കേൾക്കുന്നുണ്ടാവും വല്ലതും. എന്ന് വെച്ചാൽ ആപ്പിൾ മാത്രമായിരിക്കും ഇതേപോലെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒന്നും നോക്കാണ്ട് ഇതുപോലെ ഇപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ബാക്കിയുള്ള ബ്രാൻഡുകൾ ചെറുതായിട്ടൊക്കെ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ എടുത്തിട്ട് അതിൽ അടുത്ത വെർഷൻ എടുക്കുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. എത്ര കാലം 228 GB ഇറങ്ങിയത്. ഇപ്പോൾ ലോക്കൽ നമ്മുടെ എന്താ പറയുക ഒപ്പോ വിവോ ഒക്കെ പോലും 10,000 20,000 30,000 രൂപയുടെ 40,000 രൂപയുടെ ഫോണിലൊക്കെ റെനോ സീരീസിലൊക്കെ 256 GB ഒക്കെ ബേസിക് കൊടുക്കണേ. അപ്പോൾ പറഞ്ഞിട്ട് തരില്ല, നിജകുമാർ ബ്രാൻഡ് നെയിം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക, അത് വേറെ കാര്യം. സാംസങ് ആയിക്കോട്ടെ ആപ്പിൾ ആയിക്കോട്ടെ രണ്ട് കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് 18.1 ആണ് കേട്ടോ. 18.1 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കോൾ റെക്കോർഡിംഗ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടുണ്ട്, നിങ്ങൾ കണ്ടെത്തൊരു പോയി കണ്ടു നോക്കുക. അപ്പോൾ 55,000 രൂപയ്ക്ക് 128 GB എടുക്കാൻ ഞാൻ പറയുകയാണെങ്കിൽ എന്നാലും വേർത്ത് തന്നെയാണ് സംഭവം. നിങ്ങൾക്ക് ഒരു ഐഫോൺ വേണമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 55,000 ഇല്ല, നിങ്ങൾക്ക് കാർഡ് സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 52-53 കിട്ടും. അപ്പോൾ വൺ ഓഫ് ദി വാല്യൂ ഫോർ മണി ഡീൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനെ. എന്ന് വെച്ചാൽ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓൺലൈൻ പിന്നെ എടുത്ത് കാണിച്ചു തരാൻ. ഫ്രണ്ട് ക്യാമറ പണ്ടത്തെ പോലെ നിങ്ങൾക്ക് ഓൾറെഡി പേര് കേട്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ സെൽഫി ക്യാമറ ഓൾറെഡി ഐഫോണിൽ മോശം തന്നെയാണ്. അത് ഇപ്പോഴും വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഓൾറെഡി കമ്പാരിസൺ വീഡിയോയിൽ നമ്മുടെ S23 കമ്പയർ നമ്മൾ ഇട്ടിട്ടുണ്ടായില്ലേ. S23 അടുത്ത് കൂടെ സെൽഫി ക്യാമറ പോവില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ പക്ഷേ ഓട്ടോമാറ്റിക് ഇപ്പം നമുക്ക് ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സെൽഫി ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പണ്ടത് ഓട്ടോ മാത്രം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ നോർമൽ സ്റ്റുഡിയോ ലൈറ്റും സംഭവമൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്നാലും വലിയ ബ്രൈറ്റ്നസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ട്. ഫ്ലാഷ് ഓൺ ആയതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ കാണുന്നത് കണ്ടു. ഒരു ആർട്ടിഫിഷ്യാലിറ്റി വന്നിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ സെൽഫി ക്യാമറ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സെയിം സംഭവം തന്നെ ഇപ്പോൾ ഞാൻ ഫ്ലാഷ് ഓഫ് ആക്കി എടുത്ത് നോക്കിക്കോട്ടെ. കണ്ടോ, കുഴപ്പമില്ല. സെൽഫി ക്യാമറ ഇതാണ് സ്ഥിതി. ഇത് സെൽഫി ക്യാമറ നമ്മളൊരു 10ൽ നോക്കുകയാണെങ്കിൽ ഒരു 6.5 to 7 റേറ്റിംഗ് കൊടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ നമുക്കൊരു 8 ഒക്കെ കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ എടുത്ത് കാണിച്ചു തരിക, ഞാൻ ജസ്റ്റ് ഒരു എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു
ഇത് നമ്മുടെ ഒരു ഐഫോൺസിനൊക്കെ വേണ്ടിയിട്ട് ബെസ്റ്റ് പരിപാടിയുള്ള ഒരു സാധനമാണ്. ഇത് ഒരു പവർ ബാങ്ക് ആണ്. ഇതിന് ഞാൻ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടുന്നത് കണ്ടത് കണ്ടു നോക്കട്ടെ. ഐഫോൺസിനും ആപ്പിൾ വാച്ചിനും ഒക്കെ നമുക്ക് ആപ്പിൾ വാച്ചിനും അതുപോലെ തന്നെ എയർപോഡ്സിനൊക്കെ അടുപ്പിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനി ട്രാൻസ്പാരൻറ്റ് ചാർജറാണ്. അതും MFI സർട്ടിഫൈഡും ആണ്. നമുക്ക് 2 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. പ്രോമേറ്റിൻ്റെ ആണ്. കണ്ടു നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതും നമ്മുടെ ഈ ലൈറ്റിൽ തന്നെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് ഓണാക്കി ഞാൻ എടുത്തു. ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് സെൽഫി ക്യാമറ അല്ല ഫ്രണ്ട് ക്യാമറയുടെ ഇമേജ് ക്വാളിറ്റി ആണ്. അപ്പോൾ ഞാൻ അതിൽ എഴുതിക്കുന്നത് ഞാൻ വേണമെങ്കിൽ ആ 2 ഇയറിനൊക്കെ എഴുതിക്കുന്നത് വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് നമുക്കൊരു ഓൾമോസ്റ്റ് വേണമെങ്കിൽ ഒരു 8 കൊടുക്കാം. 7.5 to 8 ആ റേഞ്ചിൽ നമുക്കിത് നമ്മുടെ മെയിൻ ക്യാമറ അല്ലെങ്കിൽ റിയർ ക്യാമറയ്ക്ക് നമുക്ക് ഒരു മാർക്ക് കൊടുക്കാം. വീഡിയോനാണെങ്കിൽ നമുക്ക് 9 കൊടുക്കാം. വീഡിയോ നല്ല ക്വാളിറ്റി, നല്ല വീഡിയോ, നല്ല സ്റ്റെബിലൈസേഷൻ, എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ആയിക്കോട്ടെ, സെൽഫി ആയിക്കോട്ടെ. ബാറ്ററി ബാക്കപ്പ് ആവറേജ് തന്നെയാണ്. നിങ്ങൾ S23 പോലെ തന്നെ ആവറേജ് തന്നെയാണ്. അതിനും നമുക്ക് വേണമെങ്കിൽ ഒരു 6.5 കൊടുക്കാം ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അത് വലിയ ടൈമൊന്നും എടുക്കുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഇതൊരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വലിയ ടൈമൊന്നും എടുക്കുന്നില്ല. ഞാൻ ആക്ച്വലി 80% ആകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ചാർജിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ആ സംഭവമൊക്കെ കിട്ടി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഫുൾ 100% ആക്കാറില്ല. അപ്പോൾ 80% വരെ ആക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബാറ്ററി ചാർജിങ് ടൈം ഭയങ്കരമായിട്ട് എടുക്കാറില്ല. ഒരു ബാറ്ററി എന്താ പറയുക സ്ക്രീൻ ഓൺ ടൈം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5.5 മണിക്കൂർ ആ റേഞ്ചൊക്കെ നമുക്ക് 5.5 മണിക്കൂറൊക്കെയാണ് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ടൈം ആയിട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ബിൽഡ് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ എൻ്റെ ഇതിന് മുമ്പുണ്ടെന്ന് എൻ്റെ iPhone 13 ആയിരുന്നു. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിൽഡ് ക്വാളിറ്റി ലൈറ്റ് വെയിറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഈ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോൾ തന്നെ കമ്പാരിറ്റീവ്ലി നമുക്കിപ്പോൾ ചാർജ് കുറഞ്ഞിട്ടുണ്ട്. അത് ഒരു എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണെന്ന് വെച്ചാൽ ഐഫോണിൻ്റെ ഭയങ്കര കത്തിയാണ്. അതിനായിട്ടും ഇപ്പോൾ iPhone 13 ഡിസ്പ്ലേയും iPhone 15 ഡിസ്പ്ലേയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ചാർജ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പറഞ്ഞേക്കണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രെയിം ഒന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. മറ്റേതെല്ലാം ഫിക്സഡ് ഫ്രെയിം ആയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടാണ് iPhone 15 സീരീസ് തൊട്ട് ഇറങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി ടൈറ്റാനിയം ഒന്നല്ല, അത് അലുമിനിയം തന്നെയാണ്. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. പണ്ടത്തെ കാട്ടും അത്യാവശ്യം ലൈറ്റ് വെയിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കേസും സംഭവം ഇടാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള ഫോൺ പിടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് കമ്പയർ ടു 14 ആയിക്കോട്ടെ 13 ആയിക്കോട്ടെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൽ നമുക്ക് നോർമൽ നമ്മുടെ ബട്ടണാണ് വരുന്നത്. ഇതാകണ്ടോ, അത് തന്നെയാണ് വരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ 16 സീരീസിലാകുമ്പോൾ നമുക്കത് ബട്ടൺ ആക്കിയിട്ടുണ്ട്. അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ക്യാമറ ബട്ടൺ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. വൻ പരാജയമാണ് സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും iPhone 16 എടുക്കാൻ പോകണ്ടാട്ടാ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് iPhone 15 തന്നേക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ 13 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അപ്പോൾ എൻ്റെ ഒരു 13 കമ്പാരിസൺ ഞാനൊരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു 5.5 ഒക്കെ കൊടുക്കുള്ളൂ 13ൻ്റെ. iPhone 13ൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ. പക്ഷേ iPhone 15ൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഞാനൊരു 10 ഒരു 7.5 to 8 ഞാൻ എന്തായാലും കൊടുക്കൂട്ടാ. അത് അത്രയ്ക്കും ഡിഫറൻസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം ക്യാമറ ഇമ്പ്രൂവ്മെന്റ് നല്ലോണം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫ്രണ്ട് ക്യാമറ, സെൽഫി ക്യാമറ ഒക്കെ ഫോട്ടോസിൽ ഞാൻ പറഞ്ഞത്, ഫോട്ടോസിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതായിട്ടും ഷോക്കായിരുന്നു. iPhone 13 ഒക്കെ ആക്ച്വലി ഒരു 17.5ൻ്റെ അപ്ഡേറ്റിന് മുമ്പ് ഭയങ്കര ഷോക്കായിരുന്നു സെൽഫി ക്യാമറ ഒക്കെ. ഇപ്പോൾ ആക്ച്വലി അപ്ഡേറ്റിന് ശേഷമാണ് നന്നായി വന്നേക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോഴും എനിക്ക് വെറുപ്പിക്കുന്ന കുറേ സംഭവം iOS-ലുണ്ട്. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ പരിപാടിയാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ. ഇത് പിന്നെയും അവർ കുറേയൊക്കെ ഇപ്പോൾ കസ്റ്റമൈസേഷൻ സംഭവം വന്നിട്ടുണ്ട്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അന്ന അലമ്പാണ്. പോരാത്തിന് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാലും നമുക്ക് ഇപ്പോൾ അൺലോക്ക് ചെയ്താലും വായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കൂതറ സംഭവങ്ങൾ, അത് ബഗ് ആയിരിക്കാനാണ് ചാൻസ്. അല്ലെങ്കിൽ തന്നെ ഇത് എല്ലാം കൂടി ഒരുമിച്ചാൽ വരിക. നമ്മുടെ ആൻഡ്രോയിഡിൽ പോലെ സെപ്പറേറ്റ് ഒന്നല്ല വരിക, എല്ലാം കൂടി ഒരുമിച്ചാൽ വരിക. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്, വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. പിന്നെ ഇല്ലാത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് കോൾ റെക്കോർഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്നെ ഭാഗ്യം. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറേയൊക്കെ അവർ ആൻഡ്രോയിഡിൽ നിന്ന് കട്ടെടുത്തിട്ട് കുറേയൊക്കെ യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. ഇനിയും ആക്കാറുണ്ട്, അത് വേറെ കാര്യം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 1 UI ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ iOS അതിൻ്റെ പകുതി പോലും എത്തില്ല ഫീച്ചേഴ്സിലും കസ്റ്റമൈസേഷനിലും. എന്നാലും ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ iPhone 13, 12 ഒക്കെ ഉപയോഗിക്കുന്നവർക്കും അത് ഇറങ്ങിയ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ ഇനിയും ഇനി വരുന്ന അപ്ഡേറ്റിലൊക്കെ മിക്കതും അവർ യൂസർ ഇൻ്റർഫേസ്
ആൻഡ്രോയിഡിന്റെ പോലെ ആക്കാനുള്ള പരിപാടിയിലായിരിക്കാനാണ് ചാൻസ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടുത്തെ ഫീച്ചർ അവിടേക്ക് എടുത്തു, അവിടുത്തെ ഫീച്ചർ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ 15 സീരീസ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് 55,000 രൂപയ്ക്ക് ഞാൻ എന്തായാലും കണ്ണുകൂട്ടി റെക്കമെൻഡ് ചെയ്യും. പക്ഷേ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 256 GB വാങ്ങിക്കാൻ നോക്കുക. ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതേ, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ iPhone 14ഉം 13 ഒന്നും കാണിക്കുന്നില്ല. അവരുടെ ഓഫർ പേജിലോ സംഭവത്തിലൊന്നും കാണിക്കുന്നില്ല. 128 GB പ്രൈസാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. 256 GB പ്രൈസ് എത്രയാണെന്ന് അറിയോ? ഇതിൻ്റെ 256 GB പ്രൈസ് വരുന്നത് 64, 10,000 രൂപ കൂടുതലാണ്. 10,000 രൂപ 128 GB എക്സ്ട്രാക്ക് കൂടുതലാണ്, സത്യം പറഞ്ഞാൽ കൂടുതലാണ്. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇതിൽ 15 സീരീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഫ്ലിപ്കാർട്ടിൽ. 15 പ്രോന് നല്ല ഡീൽ വന്നിട്ടുണ്ട്. 89,000 രൂപയ്ക്ക് 89,900 90,000 ഇപ്പോൾ ഡീൽ വന്നേക്കുന്നത്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീൽ തന്നെയാണ്. പക്ഷേ 15 പ്രോ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അത് അറിയാത്ത എന്താ വെച്ചാൽ iPhone 15 പ്രോ കണ്ടാലും 16 പ്രോ കണ്ടാലും ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പോയിട്ട് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പറയുമ്പോൾ സാധനം ഡിസ്കണ്ടിന്യൂ, ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഡയറക്റ്റ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോ ഡയറക്റ്റ് വില വരുന്നത് 128 GB 1,00,000 രൂപയാണ്. പക്ഷെ നമുക്കതിൽ ഓഫറും സംഭവമൊക്കെ വന്നിട്ടാണ് ഈ 10,000 രൂപ കുറയുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡിന് 5,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ EMI-നായാലും EMI ഡിസ്കൗണ്ടും വരുന്നുണ്ട്. HDFC ഡെബിറ്റ് കാർഡിനും ക്രെഡിറ്റ് കാർഡിനും 6,000 രൂപയും ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിന് 5,000 രൂപയും HDFC ബാങ്കിന് 5,000 രൂപയും ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ വയർലെസ് ചാർജർ 3,990 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഓഫറും ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ആമസോണിൽ നിന്നാണ് ഒരു ഐഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 13 ആണ് അതിൽ ഓപ്ഷൻ വന്നേക്കുന്നത്. 37 രൂപ 38 രൂപ ആ റേഞ്ചിലാണ് iPhone 13 ഓഫർ വന്നേക്കുന്നത്. പറയുമ്പോൾ iPhone 13 ശരിക്കും 2024 ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഈ 35,000 രൂപ എന്ന് പറയുന്ന റേഞ്ചിൽ iPhone 13 കുഴപ്പമില്ലാത്തൊരു ഡീലാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഭയങ്കര കൺസേൺസ് ഉണ്ടെങ്കിൽ എടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഞാൻ പറയില്ല എന്ന് വെച്ചാൽ iPhone 13 ഓൾറെഡി 2023 ഭയങ്കര പഴയതാണ്. ഇപ്പോഴും 18 ഒരു കൊല്ലം ഒന്നുകൂടി പഴയതായി. പക്ഷേ iOS ആയതുകൊണ്ടും നമ്മുടെ എന്താ പറയുക ആൻഡ്രോയിഡിൻ്റെ പോലെ ഹെവി അല്ലാത്തൊരു OS ആയതുകൊണ്ട് തന്നെ ഒരു 2-3 ഇനി അടുത്തുള്ള 2-3 കൊല്ലത്തേക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പോൾ അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു പുറപ്പാടിലാണെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്ഡേറ്റ്സ് സംഭവമൊക്കെ കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എടുക്കാം. ബഡ്ജറ്റ് കൺസേൺ സംഭവമൊക്കെ ആണെങ്കിൽ 13 എടുക്കാം കേട്ടോ. 14 ഇപ്പോൾ അതിലൊന്നും കാണിക്കുന്നില്ല. ഞാൻ എന്താണെന്ന് അറിയില്ല. ഫ്ലിപ്കാർട്ടിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇനിയിപ്പോൾ സെർച്ച് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നറിയില്ല. അതോ iPhone 14കളുടെ എന്താ പറയുക അവരുടെ സ്റ്റോക്ക് കഴിഞ്ഞതാണോ? iPhone 14 എല്ലാം നോട്ട് ഡെലിവറബിൾ ആണ് കേട്ടോ. 15 മാത്രമേ ഉള്ളൂ. അത് മറ്റോടത്തെ പരിപാടിയായി പോയി. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെ S24 നമുക്കിപ്പോൾ ആമസോണിൽ ഡീൽ വന്നിട്ടുണ്ട്. 58 ആ റേഞ്ചിലൊക്കെ പ്രൈസ് വന്നിട്ടുണ്ട്. S23 നിങ്ങൾക്ക് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ 38 ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 43, 42 256 GB വേരിയൻറ്റ് വരുന്നുണ്ട്. അതും നല്ല കിടിലൻ ഡീൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഐഫോൺസിന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് മാത്രമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിൽ നിന്നാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.